കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമം ഉയരട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി വേഗം വരുന്ന നമ്മുടെ ക്രിസ്തുനാഥന്റെ നാമത്തിൽ സ്നേഹവും വന്ദനങ്ങളും അറിയിക്കുന്നു. കർത്താവിനെ ഉയർത്തുവാൻ, ഘോഷിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരവും വിലയേറിയതാണല്ലോ. ഇന്ന് ഈ വേദിയിലും നമുക്ക് ദൈവവചന ചിന്തകൾക്കായിട്ട്, പ്രത്യേകിച്ച് ദൈവവചനം അല്പമായ പരിശുദ്ധാത്മാവ് തരുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം പഠിക്കുവാനായിട്ട് കടന്നു വരുവാൻ ദൈവം സഹായിച്ചിരിക്കുന്നല്ലോ. കഴിഞ്ഞ ഇതുപോലുള്ള സെഷനിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയം നമ്മൾ തുടരുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. നമ്മൾ അതിൻ്റെ ആമുഖത്തിൽ നിന്ന് ലേഖനത്തെക്കുറിച്ച്, ലേഖനം എഴുതിയ പശ്ചാത്തലം, അത് എഴുതിയ കാലം, എഴുതുന്ന സാഹചര്യം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആദ്യ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചു. ഈ ദിവസങ്ങൾ നമ്മൾ ഈ ലേഖനത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ലേഖനം ഓരോ വാക്യങ്ങളായിട്ട് പഠന വിധേയമാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ പറയുന്നത് പോലെ നാം ഒരു സമഗ്രമായ, സമ്പൂർണമായ പഠനത്തിന് പ്രാപ്തരല്ല. എന്നാൽ കർത്താവ് നമുക്ക് തരുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം, ദൈവം നൽകുന്ന ജ്ഞാനത്തിനൊത്തവണ്ണം, പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തപ്പെട്ട ദൈവത്തിന്റെ വചനത്തെ അതേ ആത്മാവിന്റെ നിറവോടെ, ആത്മാവിന്റെ ബലത്തോടെ ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിലും അതുപോലെ വരുന്ന ആളുകളിലൊക്കെ ഓൺലൈനിൽ ഇത് ലഭ്യമായിരിക്കും. യൂട്യൂബ് ചാനലിലൊക്കെ, നമ്മുടെ ചർച്ചിന്റെ യൂട്യൂബ് ചാനൽ ലഭ്യമായിരിക്കും. അതിലൂടെയൊക്കെ ഇത് വീണ്ടും കേൾക്കുവാൻ, പഠിക്കുവാനൊക്കെ കടന്നു വരുന്ന എല്ലാവർക്കും വന്ദനം ഒരിക്കൽ കൂടെ പ്രകാശിപ്പിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലെ പ്രാരംഭമായ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതിൽ നമ്മൾ കണ്ട 3 പേരുകളെ നമ്മൾ പ്രാരംഭമായിട്ട് പഠനത്തിന് വിധേയമാക്കാൻ ശ്രമിച്ചു. ക്രിസ്തു യേശു എന്നുള്ള അതിമഹത്തായ ധന്യമായ നാമത്തെ, ആ നാമത്തിന്റെ സവിശേഷതകൾ നമ്മൾ പ്രാരംഭമായിട്ട് കണ്ടു. പിന്നെ പൗലോസ് എന്ന വ്യക്തിയെക്കുറിച്ച്, ആ പേരിന്റെ അർത്ഥത്തെക്കുറിച്ചൊക്കെ, ആ പേര് അദ്ദേഹം സ്വീകരിച്ചത് എങ്ങനെയെന്നൊക്കെ നമ്മൾ പഠിക്കുവാനിടയായി. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിനെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. തിമോത്തിയോസിനോട് കൂടെ ആയിരിക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതുന്നത്. ആ പേരിന്റെയും അർത്ഥവും തിമോത്തിയോസിന്റെ ബാല്യകാലം ഒക്കെ ശുശ്രൂഷയ്ക്ക് വഴിത്തിരിവായി തീർന്ന സാഹചര്യമൊക്കെ നമ്മൾ ചിന്തിച്ചു. അതേ വാക്യത്തിൽ, 1-ാമത്തെ വാക്യത്തിൽ തുടർന്ന് നാം കാണുന്ന ഒരു പദപ്രയോഗമാണ് ഫിലിപ്പിയിൽ ക്രിസ്തു യേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. വിശുദ്ധന്മാർ, വിശുദ്ധീകരണത്തെക്കുറിച്ച്, വിശുദ്ധീകരണത്തിന്റെ 3 ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അടുത്ത് നമ്മൾ കാണുന്നത് അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്. അപ്പോൾ ഫിലിപ്പിയിലുള്ള ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ സഭയിൽ അധ്യക്ഷന്മാർ, അതുപോലെ ഈ ശുശ്രൂഷകന്മാർ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവസഭയിൽ, അല്ലെങ്കിൽ കർത്താവിന്റെ സഭ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ അത് നടത്തപ്പെടണം എന്നുള്ളത് ദൈവവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഭയിലെ ആരാധനാ ക്രമത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഒരു സഭയുടെ കൂടിവരവിൽ, കൂട്ടായ്മയിൽ എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥിച്ച് ആരംഭിക്കണം എന്ന് എഴുതിയിട്ടില്ലെങ്കിലും പ്രാർത്ഥന ഒരു സഭയുടെ കൂടിവരവിലെ അതിപ്രധാന ഘടകമാണ് എന്ന് ബൈബിളിൽ കാണാം. പാട്ടുകൾ ആദ്യമേ പാടണം എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പാട്ടോടെ കർത്താവിനെ കൂടി വരുമ്പോൾ കീർത്തിക്കണമെന്ന് ദൈവവചനത്തിൽ കാണാം. ദൈവവചനത്താൽ, സങ്കീർത്തനത്താൽ, പ്രബോധനത്താൽ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്, ആത്മാവിന്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ടൊക്കെ കൂടിവരവുകളെ പരിശുദ്ധാത്മാവിനാൽ സമ്പന്നമാക്കണമെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കും, നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ദൈവസഭയ്ക്ക് പൊതുവിലുള്ള വളർച്ചയ്ക്കും ആത്മീയ വർധനവിനും ഉതകുന്ന വിധത്തിൽ ആരാധനകൾക്ക് അടുക്കും ചിട്ടയും ക്രമവും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം തിരുവെഴുത്തിൽ പറയുന്നു, എല്ലാം ക്രമമായും ഉചിതമായും നടക്കട്ടെ, എവറിത്തിങ് ഇൻ ഓർഡർ ആൻഡ് ഇൻ ഫിറ്റ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ക്രമമായും ഉചിതമായും. അപ്പോൾ ദൈവസഭയിലെ കൂടിവരവുകൾ, ദൈവജനത്തിന്റെ കൂടിവരവുകൾ ക്രമമായി നടക്കണം, ഉചിതമായി, ഭംഗിയായി നടക്കണമെന്ന് ദൈവവചനത്തിൽ കാണുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൽ കാണാത്ത പല കാര്യങ്ങളും
പല സഭകളിലോ കൂട്ടായ്മകളിലോ അല്ലെങ്കിൽ സഭകളെന്ന് വിശേഷിപ്പിക്കുന്നിടത്തൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിമർശനത്തിന് വേണ്ടി ഞാൻ സമയം എടുക്കുന്നില്ല. അതുപോലെ ദൈവസഭയിലെ അനിവാര്യമായ അതിപ്രധാനമായ രണ്ട് ഘടകങ്ങളെ കുറിച്ചാണ് ഇവിടെ ഈ വാക്യത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്: അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരും. നോക്കൂ, ആ വാക്യത്തിൽ വിശുദ്ധന്മാർക്കെന്ന് പറഞ്ഞിട്ട്, അല്ലെ, സകല വിശുദ്ധന്മാർക്കും എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എല്ലാവരും ഉണ്ട്. ഈ അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരും എല്ലാം വിശുദ്ധന്മാരെന്ന ഒറ്റ പദത്തിനകത്തുണ്ട്. ആരാ വിശുദ്ധന്മാർ? നമ്മൾ കണ്ടു. മരിച്ചു കുറെ കാലം കഴിഞ്ഞ് അവരെ വിശുദ്ധരായും വാഴ്ത്തപ്പെട്ടവരായും പ്രഖ്യാപിക്കുമ്പോഴല്ല ആരും വിശുദ്ധരാകുന്നത്. യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ അവർ വിശുദ്ധീകരണം പ്രാപിക്കുന്നു. ക്രിസ്തേശുവിലുള്ള കൃപയാൽ വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുന്നു. അവിടെ മുതൽ ദൈവം അവരെ സെയിൻസ്, വിശുദ്ധന്മാർ എന്നാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടി പൊതുവായി നൽകിയിരിക്കുന്ന ഒരു പദമാണ് വിശുദ്ധന്മാർ. അതിന് പ്രത്യേകിച്ച് ആരെങ്കിലും അങ്ങനെ വാഴ്ത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. യേശുവിനെ കർത്താവായി സ്വീകരിച്ചെങ്കിൽ നിങ്ങളൊരു വിശുദ്ധനാണ്, നിങ്ങളൊരു വിശുദ്ധയാണ്. ഹല്ലേലൂയ! കർത്താവ് നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. തന്റെ മുൻപാകെ വിശുദ്ധിയോടെ ദൈവം നമ്മെ നിർത്തട്ടെ. ആ വിശുദ്ധിയുടെ മാനദണ്ഡങ്ങളിൽ ജീവിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഇനി ഈ വിശുദ്ധന്മാരെന്ന് പൊതുവിൽ പറഞ്ഞതിനകത്ത് ദൈവസഭയുടെ ഈ പറഞ്ഞ അധ്യക്ഷന്മാരും ശുശ്രൂഷന്മാരും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അവരുൾപ്പെടെയുള്ളതാണ് ദൈവസഭ. എന്നാൽ ആ വിശുദ്ധന്മാരെന്ന് പൊതുവായ പദം പറഞ്ഞിട്ട് പുറകെ എടുത്തു പറയുകയാണ് അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും. അതായത് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവസഭയിൽ പ്രത്യേകമായി സേവനം ചെയ്യുന്നവരെ എടുത്തു പറഞ്ഞ് അഭിവാദനം ചെയ്യുകയാണ്. കർത്താവിനും അവരെ പ്രിയമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ വേല സുവിശേഷ വേലയാണ് എന്നൊരു ദൈവദാസൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഡോക്ടർ ബില്ലി ഗ്രഹാമിനോട് ഒരിക്കൽ ചോദിച്ചു, ഇത്രയും പോപ്പുലാരിറ്റിയുള്ള, ലോകത്ത് ഇന്നും ഏറ്റവും അധികം മനുഷ്യരെ നേരിട്ടും മാധ്യമങ്ങളിലൂടെയും അഭിസംബോധന ചെയ്തിട്ടുള്ള വ്യക്തി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബില്ലി ഗ്രഹാമാണ്. അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചല്ലോ. അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, അമേരിക്കയിൽ ഏറ്റവും പോപ്പുലറായ വ്യക്തി താങ്കളാണ് എന്നതിന് സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് പ്രസിഡന്റ് ആകാനായിട്ട് മത്സരിച്ചാൽ ഒരുപക്ഷെ എതിർ സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ തെരഞ്ഞെടുക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ടല്ലോ എന്ന ആശയത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന പദവിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ താൻ വഹിക്കുന്ന സാക്ഷ്യം, കർത്താവിന്റെ നാമത്തെ കീർത്തിക്കുന്നത്, ഉയർത്തുന്നത് ഡോക്ടർ ബില്ലി ഗ്രഹാമിന് ഉറപ്പായിരുന്നു ലോകത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉദ്യോഗമാണ്, ഓഫീസാണ് കർത്താവിനെ സാക്ഷിച്ച് ദൈവവേലയ്ക്ക് അതിൽ പങ്കാളിയാവുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ സഭയിലെ, ഫിലിപ്പിയ സഭയിലെ അധ്യക്ഷന്മാരെയും ശുശ്രൂഷകന്മാരെയും പ്രത്യേകാൽ അഭിസംബോധന ചെയ്യാൻ കർത്താവ് തനിക്ക് നൽകിയ പ്രകാശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോഴും ദൈവസഭയെ നിലവിളക്കുകളോട് ഉപമിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ കർത്താവ് നടക്കുന്നത് അവിടെ വെളിപ്പാടിൽ യോഹന്നാൻ അപ്പോസ്തലൻ കാണുകയാണ്. അത് കാണുന്ന അതേ യോഹന്നാൻ അക്കൂട്ടത്തിൽ കർത്താവിന്റെ വെളിപ്പാട് കാണുമ്പോൾ ഒരു കാര്യം കൂടെ കാണുകയാണ്. അവിടുത്തെ കൈകളിൽ 7 നക്ഷത്രങ്ങൾ ഉള്ളത് യോഹന്നാൻ കാണുകയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് യോഹന്നാന് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ കർത്താവ് തന്നെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. പലരും ഒക്കെ ഈ നക്ഷത്രങ്ങളെ വേറെ ഏതെങ്കിലും രീതിയിൽ വ്യാഖ്യാനിച്ച് അതിനെ കൊളവാക്കിയാലോ എന്നുള്ളത് കൊണ്ടായിരിക്കാം യേശു തന്നെ അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇനി നിങ്ങൾ വേറെ വ്യാഖ്യാനത്തിനൊന്നും പോകണ്ട. അത് ദൈവസഭയുടെ ശുശ്രൂഷകന്മാർ, ദൂതന്മാരാണ്. അപ്പോ ദൈവസഭയ്ക്ക് സന്ദേശവാഹികളായിരിക്കുന്ന, കർത്താവ് സന്ദേശം കൈമാറാൻ നിയോഗിച്ച് ആക്കിയിരിക്കുന്ന തന്റെ ദൂതന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ, അവർ കർത്താവിന്റെ കൈകളിൽ വിശേഷാൽ വഹിക്കപ്പെടുന്നു, കരങ്ങളിൽ അവിടുന്ന് വഹിച്ചിരിക്കുന്നു എന്നുള്ള വെളിപ്പാട് കൂടെയാണ്. പ്രത്യേകമായ ഒരു പദവിയാണ് അവിടെ ശുശ്രൂഷകന്മാർക്ക് കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ നേരിടുമ്പോൾ അതൊന്നും കർത്താവ് അറിയാതെയല്ല, തന്റെ ഉള്ളം കരങ്ങളിലാണ് നാം എന്നുള്ള ബോധ്യത്തോടെ തളരാതെ, താഴാതെ, തകരാതെ നമ്മെ കരങ്ങളിൽ വഹിക്കുന്ന കർത്താവ്
നമ്മെ ഒന്നുകൂടെ പണിതെടുക്കുകയാണ് എന്നുള്ള ബോധ്യത്തോടെ, അതിനെല്ലാം സന്തോഷത്തോടെ ദൈവനാമ മഹത്വത്തിനായി അംഗീകരിക്കാൻ, സ്വീകരിക്കാൻ, കഷ്ടതയിലും സ്തോത്രം ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, ദൈവസഭയ്ക്ക് കർത്താവാണ് അധ്യക്ഷന്മാരെയും ശുശ്രൂഷകന്മാരെയും ആക്കിയിരിക്കുന്നത്. എഫേസ് ലേഖനത്തിൽ ഇതേ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവ് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അവൻ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു, ആക്കി വെച്ചിരിക്കുന്നു എന്ന് കാണുന്നു. അപ്പോൾ സഭയ്ക്ക് കൊടുത്ത ദാനമാണ്, ഉയരത്തിൽ കയറി ദാനങ്ങളെ കൊടുത്തു. അപ്പൊ സഭയ്ക്ക് കർത്താവ് കൊടുത്ത സമ്മാനമാണ്, ഗിഫ്റ്റാണ് ശുശ്രൂഷകന്മാർ എന്ന് പറയുന്നത്. നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ഓരോ ശുശ്രൂഷകന്മാരെയും ഓർത്ത് നാം ദൈവത്തിന് മഹത്വം അർപ്പിക്കണം, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് നൽകിയ സമ്മാനമാണ്, ഗിഫ്റ്റാണ്. എന്തിനാ? ദൈവവചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് അതിൽ വളരാൻ ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്നവരാണ് ശുശ്രൂഷകന്മാർ. നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് അവരെ ആക്കിയിരിക്കുന്നത് എന്നോർത്ത് സ്തോത്രം ചെയ്യുവാനും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും നാം കടപ്പെട്ടിരിക്കുന്നു. അത് സഭ എന്ന് പറയുമ്പോൾ പ്രാദേശിക സഭ മാത്രമല്ല. നമുക്ക് ഓരോ പ്രദേശത്ത് ഓരോ കൂടിവരകളുണ്ട്. ആ കൂടിവരവ് മാത്രമല്ല, ഗ്ലോബൽ ചർച്ച്, യൂണിവേഴ്സൽ ചർച്ച്, കർത്താവിന്റെ ശരീരമാകുന്ന സഭ, അത് 5 വൻകരകളിലായി പടർന്നു കിടക്കുന്നതാണ്. ഈ ഭൂമിയിൽ പലയിടങ്ങളിൽ നാം പല സാഹചര്യങ്ങളിലാണ് കർത്താവിനെ ശുശ്രൂഷിക്കുന്നത്, ദൈവവേല ചെയ്യുന്നത്. പലരും അവരുടെ മരണത്തെ മുഖാമുഖം കണ്ടാണ് ഈ ജീവന്റെ സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വെല്ലുവിളികളുടെ ഒക്കെ മുൻപിലായിരിക്കുന്നവരെ ഓർത്ത് എല്ലാ ദിവസവും നാം സ്തോത്രം ചെയ്യണം. ലോകമെമ്പാടുമുള്ള ശുശ്രൂഷകന്മാരെ, മിഷണറിമാരെ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന, ഉണർവിനായി ദൈവം കരങ്ങളിൽ വഹിക്കുന്ന ശക്തമായ കൃപാവരങ്ങളോടൊക്കെ പ്രയോജനപ്പെടുന്നവരെയൊക്കെ പ്രത്യേകാൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ വഹിക്കണം. അവർ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യത്തിലും വെളിപ്പാടിലും യഥാർത്ഥ സത്യ ഉപദേശത്തിലും നിലനിന്ന് അതിനെ പ്രസംഗിക്കുന്നവരാകുവാൻ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവരാകുവാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് ചുമതലയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നു, താൻ എഴുന്നേൽക്കുമ്പോൾ തന്റെ നാവിൽ വചനം നൽകപ്പെടേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കരുത്തുറ്റ അഭിഷിക്തനായ കർത്താവ് തന്നെ നേരിട്ട് അപ്പോസ്തലനായി നിയോഗിച്ച കർത്താവിനെ കണ്ട, വെളിപ്പാടുകളുടെ ആധിക്യമുള്ള, ലോകത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ തിരുവെഴുത്തിലെ ജ്ഞാനവും ഒരുപോലെയുള്ള, വാക്ചാതുര്യമുള്ള, നിരവധി ലേഖനങ്ങൾ എഴുതിയ, വൻകരകളിൽ സഞ്ചരിച്ച് കർത്താവിനെ സാക്ഷിക്കുന്ന അതിശക്തനായ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്റെ നാവിൽ വചനം നൽകപ്പെടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവസഭയുടെ ഉത്തരവാദിത്തമാണ് ദൈവദാസന്മാരുടെ കഴിവിനെ, അവരുടെ താലന്തുകളെ അതിലല്ല ട്രസ്റ്റ് ചെയ്യേണ്ടത്, അതിലല്ല ആശ്രയിക്കേണ്ടത്. ദൈവം അതൊക്കെ ദാനമായി നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കായി കൊടുത്തിരിക്കുന്നതാണ്. എന്നാൽ അവരെ ദൈവം ഉപയോഗിക്കാൻ, കർത്താവിന്റെ സന്നിധിയിൽ നിർത്തുവാൻ, ദൈവം നമുക്കായി പ്രയോജനപ്പെടുത്താൻ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരിക്കലും ഒരു പാസ്റ്റർ ഒരു ദിവസത്തെ സഭായോഗം കഴിഞ്ഞ് പ്രസംഗിച്ച് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വിശ്വാസി വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇന്നത്തെ ദൂതൊന്നും അങ്ങോട്ട് ശരിയായില്ല, ഇന്ന് കാര്യമായൊന്നും വചനമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇന്ന് ദൈവവചനം പ്രസംഗിക്കുന്ന ദൈവദാസന് വേണ്ടിയും കേൾക്കാനിരിക്കുന്ന വചനത്തിന് വേണ്ടിയൊക്കെ ദൈവം ദൂത് തരണമേ എന്ന് എത്ര മണിക്കൂറും പ്രാർത്ഥിച്ചിട്ടാണ് സഭയിലേക്ക് വന്നത് എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോ അദ്ദേഹത്തിന്റെ വായടപ്പിക്കാൻ ദൈവദാസൻ അങ്ങനെ ചോദിച്ചു എങ്കിലും അതിൽ വലിയ അർത്ഥമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാര്യമായ സാരാംശം അതിനകത്തുണ്ട്. നാം ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്ക്, കൂട്ടായ്മകൾക്ക് വരുന്നതിന് മുൻപേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇന്ന് സംസാരിക്കുന്ന ദൈവവചനം പങ്കിടുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്നവരെ ദൈവം ഞങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി, ദൈവസഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഓരോ കൂട്ടായ്മകളിലും നമ്മൾ പങ്കുചേരുവാൻ. എങ്കിൽ നമുക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ഒരു പക്ഷേ ഏതെങ്കിലും വിഷയത്തിൽ ദൈവദാസന്മാർ ഭാരപ്പെട്ടോ ക്ഷീണിച്ചോ ഒക്കെ ഇരുന്നാലും നമ്മൾ ആവശ്യക്കാരാണെങ്കിൽ ദൈവം അവരെ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിന്റെ ആ വിഷയത്തിലേക്ക് ഒന്നും കൂടെ നമ്മളൊന്ന് ആഴമായി പ്രവേശിക്കുകയാണ്. 2 വാക്കുകൾ നമ്മളവിടെ കണ്ടു, അധ്യക്ഷന്മാർ, ശുശ്രൂഷകന്മാർ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരെ ദൈവമാണ് തന്റെ സഭയിൽ ആക്കി വെച്ചിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരാൾ ഒരു പാസ്റ്ററായെന്നോ ഒരു സുവിശേഷ വേലക്കാരനായെന്നോ ചിന്തിക്കരുത്. എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതും ഇടയ്ക്കൊന്ന് ചേർത്ത് വിടുകയാണ്. ഹല്ലേലൂയ. അതിന്റെ പിന്നിൽ വലിയ ദൈവിക പദ്ധതിയുണ്ട്, ദൈവത്തിന്റെ വലിയ തെരഞ്ഞെടുപ്പുണ്ട്. ഇരമ്യാവിനെ ദൈവം തെരഞ്ഞെടുക്കുന്നത് അവന്റെ അമ്മയുടെ ഉള്ളിൽ ആയിരിക്കുമ്പോൾ തന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി
വിശുദ്ധീകരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മുടെ അമ്മയുടെ ഉള്ളിൽ നാം ഉണ്ടാകുന്നതിന് മുൻപേ അല്ലെങ്കിൽ ഉരുവാകുമ്പോൾ തന്നെ നമ്മെക്കുറിച്ചുള്ള ശുശ്രൂഷാപരമായ ദൈവിക നിയോഗങ്ങൾ ദൈവം മുന്നമേ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അത് നിവർത്തിക്കാൻ ദൈവത്തിന്റെ മുമ്പാകെ നിന്നു കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. ഈ നിന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. സ്വന്തം കഴിവിൽ ആശ്രയിച്ചല്ല, നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ചല്ല, നമ്മുടെ അറിവിൽ ആശ്രയിച്ചല്ല, ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവമേ എന്നെ ഉപയോഗിക്കണമേ, ഞാനൊരു ഉപകരണമാണ് എന്ന ആ മനസ്സോടെ നിന്നു കൊടുക്കുകയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രണ്ട്, നമുക്ക് ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തിയാൽ ഉപയോഗിച്ചാൽ അതിലും നമുക്ക് പുകഴാനൊന്നുമില്ല. നമ്മുടെ കഴിവല്ല, ദൈവം ഉപയോഗിച്ചതാണ്. മഹത്വം ദൈവത്തിന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരെയും ആരാധനാ പാത്രങ്ങളായി കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. ഒരു അത്ഭുത വരങ്ങളുള്ളവരെ, അല്ലെങ്കിൽ വാക്ചാതുര്യമുള്ളവരെ, അല്ലെങ്കിൽ പ്രത്യേകമായ താലന്തുകൾ ഉള്ളവരെ ഒക്കെ ഫാൻസ് അസോസിയേഷൻസ് ഒക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കുറെ കാലം കഴിയുമ്പോൾ അവരെക്കുറിച്ച് മോശമായ വാക്കുകൾ പലയിടത്തും കേൾക്കുമ്പോഴേക്കും കുറെ പേർ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വാദപ്രതിവാദങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ നിൽക്കുന്നത് അവന്റെ യജമാനന് വേണ്ടിയാണ്. അവൻ നിന്നാലും പ്രയോജനം യജമാനനാണ്, വീണാൽ നഷ്ടം യജമാനനാണ്. അത് യജമാനന്റെ കാര്യമാണ്. നാം എല്ലാവരും ദൈവത്തിന് കണക്ക് കൊടുക്കാനുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷകന്മാരും മനുഷ്യരാണ് എന്നുകൂടെ എപ്പോഴും നാം ഓർക്കണം. തന്റെ മുൻപാകെ പൂമാലയിട്ട് സ്വീകരിച്ച് വണങ്ങാൻ വന്നവരെ പൗലോസും ബർന്നബാസും ഒക്കെ തടയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് പറയുകയാണെങ്കിൽ, ഞങ്ങൾ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാണ്, ഞങ്ങൾക്ക് പ്രത്യേകതയൊന്നുമില്ല, ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയല്ല, ദൈവത്തെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ദൈവത്തിലേക്ക് ആ ജനത്തെ തിരിച്ചുവിടുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. ഇന്ന് പലരും അങ്ങനല്ല. പല നിലകളിൽ ആരെങ്കിലും തങ്ങളുടെ അടുക്കൽ നിന്ന് വേറൊരു ദിശയിലേക്ക് തിരിയുന്നെന്ന് കണ്ടാൽ, അല്ലെങ്കിൽ മറ്റെവിടോട്ടെങ്കിലും തിരിയുന്ന കണ്ടാൽ തങ്ങളിലേക്ക് തന്നെ വലിച്ചടുപ്പിക്കാനായിട്ടുള്ള തന്ത്രങ്ങളുമായിട്ടാണ് പലരും നടക്കുന്നത് എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇവിടെ അധ്യക്ഷന്മാർ, ശുശ്രൂഷകന്മാർ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ഭാഷയിലാണല്ലോ ഈ ലേഖനം എഴുതപ്പെട്ടത്. ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, എപ്പിസ്കോപ്പോയിസ്, പ്ലൂറൽ ആയതുകൊണ്ട്, അധ്യക്ഷന്മാർ എന്നുള്ള പദമായതുകൊണ്ട് എപ്പിസ്കോപ്പോയിസ് അല്ലെങ്കിൽ എപ്പിസ്കോപ്പോ എന്ന് എഴുതിയനെ എപ്പിസ്കോപ്പോയിസ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അധ്യക്ഷന്മാർ എന്നുള്ളതാണ് അതിന് പരിഭാഷ നമ്മൾ കണ്ടത്. ഇംഗ്ലീഷിൽ മിക്കവാറും വേർഷൻസിലും ഓവർസീർസ് എന്ന് കാണാം. ഓവർസീർസ്. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ഡിയാക്കോനോയിസ് അല്ലെങ്കിൽ ഡീക്കൻസ് എന്ന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് കാണാം. ഡിയാക്കോനോയിസ്. ഇതിൽ നിന്നാണ് നമ്മുടെ നാട്ടിലും ഡീക്കന്മാർ എന്നൊക്കെയുള്ള പദം വന്നിരിക്കുന്നത്. ഈ പദത്തിൽ നിന്നാണ്. എപ്പിസ്കോപ്പോയും എപ്പിസ്കോപ്പൽ ചർച്ച എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എപ്പിസ്കോപ്പോ, എപ്പിസ്കോപ്പ എന്നൊക്കെ അധ്യക്ഷന്മാരെ, ചില സഭകളുടെ അധ്യക്ഷന്മാരെയൊക്കെ നാമം നൽകിയിരിക്കുന്നത്, പദവി നൽകിയിരിക്കുന്നത് കാണാം. അതുപോലെ ഡയക്കോനോയിസ് അല്ലെങ്കിൽ ഡീക്കൻസ് എന്ന പദത്തിൽ നിന്ന് ഡീക്കന്മാർ എന്നുള്ള പദം നൽകിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പദങ്ങൾ ചില സഭകളിൽ ഉപയോഗിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ചില സ്ഥാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് ചിലർക്കെങ്കിലും ഇതിനോട് ഒരു അഭിപ്രായ ഭിന്നത, വിരക്തി, വിയോജിപ്പ് ഒക്കെ ഉള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളിൽ പലർക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ ആ പദം അതിൽ തന്നെ തെറ്റല്ല. അത് ബൈബിളിൽ ശുശ്രൂഷകന്മാർക്ക് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. അതുകൊണ്ട് ആ പദം അതിൽ തന്നെ തെറ്റല്ല. ഹല്ലേലൂയ. എന്നാൽ ചില വിഷയങ്ങളിൽ, ചില സ്ഥാനങ്ങളിൽ പ്രത്യേകത ഉണ്ട് എന്ന്, സാധാരണഗതിയിലുള്ള പ്രത്യേകതയല്ല ഞാൻ പറഞ്ഞതുപോലെ, അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരും കർത്താവിന് വിലയേറിയവരാണ്, ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാണ്. എന്നാൽ അതിലും ഉപരിയായിട്ടുള്ള അമാനുഷികമായ സവിശേഷതകളോ പ്രത്യേകതകളോ ഒക്കെ ആ സ്ഥാനത്തിന് അലങ്കരിച്ചു കൊടുത്തുകൊണ്ട് ആ പദം ഉപയോഗിക്കുമ്പോഴാണ് അത് കുഴപ്പമുള്ളതായിട്ട് മാറുന്നത്. ഹല്ലേലൂയ. ഈ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും എല്ലായിടത്തും കാണും, അല്ലെ? എന്തുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്നത്? ഒറിജിനൽ ഉള്ളത് കൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്നത്. ഒറിജിനൽ കറൻസിയുടെ ഡ്യൂപ്ലിക്കേറ്റ്, അല്ലെ? അതുപോലെ ഐഫോണിന്റെ പോലും ഡ്യൂപ്ലിക്കേറ്റ് പലയിടത്തും ഉണ്ട് എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ബ്രാൻഡഡ് ആയിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അതിനെ വലിയ വിലയ്ക്ക്, അല്ലെങ്കിൽ ഈ ഒറിജിനലിന്റെ വിലയിൽ നിന്ന് അല്പം താഴ്ത്തിയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഒറിജിനൽ ആണെന്ന് കരുതി ആൾക്കാർ കൂടുതലായി മേടിക്കുകയും ലാഭം വളരെ കിട്ടുകയും ചെയ്യും. തെറ്റായ ഒരു കാര്യമാണ്, അത് ചെയ്യാൻ പാടില്ല. എന്നാൽ ഈ ഒറിജിനൽ ഉള്ളത് കൊണ്ടാണ്
ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നത് ഒറിജിനലിനെ അനുകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസത്തെ എപ്പോഴും നമ്മൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ശരിയായതിനെ ഉൾക്കൊള്ളാനും തെറ്റായതിനെ തള്ളിക്കളയാനും ധൈര്യം കാണിക്കണം. ശരിയായതിനെ ഉൾക്കൊള്ളാനും തെറ്റായതിനെ തള്ളിക്കളയാനും നമ്മൾ ധൈര്യം കാണിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഓവർസീർ എന്നോ ഡീക്കൻ എന്നോ ഉള്ള പദങ്ങൾ ദൈവസഭയിലെ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്നാണ് ഞാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ അതെന്തെങ്കിലും അമാനുഷികമായ അസാധാരണമായ പ്രത്യേകതയാണ് എന്ന് ധരിക്കാതിരുന്നാൽ മതി. കർത്താവ് തന്റെ സഭയെ ശുശ്രൂഷിക്കാൻ നിയമിച്ചാക്കിയിരിക്കുന്ന ശുശ്രൂഷകന്മാർ എന്ന ആശയത്തിലാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഓവർസീർമാർക്കായും ഡീക്കന്മാർക്കായും ഒക്കെ നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. എന്താണ് ഇവിടെ ഈ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്, പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അധ്യക്ഷന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഓവർസീർസ്, എപ്പിസ്കോപ്പോയിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ്. ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് അധ്യക്ഷന്മാരെന്ന് പറയുന്നത്. എന്താ ആത്മീയ കാര്യങ്ങൾ എന്ന് പറയുന്നത്? പ്രൈസ് ലോർഡ്. ദൈവസഭയിലെ ആത്മീയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആത്മീയ കാര്യങ്ങളുമുണ്ട്, ഭരണകാര്യങ്ങളുമുണ്ട്. രണ്ടും രണ്ടാണ്. പ്രൈസ് ലോർഡ്. ചില സഭകളിൽ ഇത് രണ്ടും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഓരോ സഭകളുടെയും സിസ്റ്റം അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കാം. ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ അധ്യക്ഷന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പത്രോസ് അപ്പോസ്തലൻ ഈ കാര്യത്തിന് ഒരു വ്യക്തത വരുത്തുന്നത് ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാം. ദൈവസഭയിൽ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫുഡിന്റെ കാര്യമാണ്. അതുകൊണ്ട് ഭൂമിയിൽ ആദ്യത്തെ പാപം മനുഷ്യരിൽ പ്രവേശിക്കാനും കാരണം ഫുഡാണ്. ഫുഡ് ഒരു തീവ്രവാദിയാണ്, അല്ലെങ്കിൽ ഒരു ഭീകര ജന്തുവാണ് ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം, അല്ലെ? പ്രൈസ് ലോർഡ്. ആദ്യത്തെ പാപം പ്രവേശിക്കാൻ കാരണം എന്താ? ദൈവം പറഞ്ഞു, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷ ഫലം, അത് ഫുഡാണല്ലോ. ഫുഡ് ഹേമൻ, ആ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ഹേമൻ അവർ ആ കൽപ്പനാ ലംഘനം നടത്തി. അപ്പോ അത് അവർക്ക് പാപകാരണമായി തീർന്നു. അതുപോലെ തന്നെ പുതിയ നിയമസഭയിലെയും ആദ്യത്തെ പ്രശ്നമായി നമ്മൾ കാണുന്നത് ദൈവസഭയിൽ ഒരു പിറുപിറുപ്പ് ഉണ്ടാകുകയാണ്. എന്താണ് പിറുപിറുപ്പ്? യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരും പുറത്തു നിന്ന് വിശ്വാസത്തിൽ വന്നവരും ഒരുമിച്ച് ആരാധിക്കുകയും അവര് അന്ന് കൂടി വരുമ്പോഴേക്കും അവര് തുടർച്ചയായിട്ടൊക്കെ കൂട്ടായ്മകൾ പങ്കിടുമ്പോൾ വീട്ടിൽ പോയി വരാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് പലരും ഒക്കെ വീടൊക്കെ വിറ്റ് വന്ന് ആ പണം ദൈവസഭയിൽ നിക്ഷേപിച്ച് അല്ലെങ്കിൽ കൊടുത്തിട്ടാണ് കൂടി വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് അവിടെ വിരുന്നുകൾ ഉണ്ടായിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും, ന്യായമായി നമ്മുടെ രീതിയിൽ പറയുക, ഭക്ഷണം, പ്രാതലും മുത്താഴവും അത്താഴവും ബൈബിളിലെ ആ വാക്കുകൾ നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും രണ്ട് പക്ഷമായിട്ട്, പ്രത്യേകിച്ച് സഹോദരിമാരെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, സഹോദരിമാര് തമ്മിൽ. അതുകൊണ്ട് സഹോദരിമാരെല്ലാവരും എങ്ങനെയാണെന്ന് അർത്ഥമില്ല കേട്ടോ, അവിടുത്തെ കോണ്ടെക്സ്റ്റ് മാത്രം എടുത്താൽ മതി. അവർ തമ്മിലൊരു വാദഗതി ഉണ്ടായി. യഹൂദരായ സ്ത്രീകളിൽ നിന്നുള്ളവര് മറ്റ് സ്ത്രീകളെ അല്ലെങ്കിൽ യവനരായ സ്ത്രീകൾക്ക് ആ പന്തിയിൽ പക്ഷം കാണിക്കുന്നു, ആഹാരത്തിൽ പക്ഷപാതം കാണിക്കുന്നു, നല്ലതൊക്കെ, നല്ല പീസൊക്കെ ആദ്യമേ ഇവർ ചെന്നെടുക്കുന്നു എന്ന രീതിക്കായിരിക്കാം പറഞ്ഞത്. പ്രൈസ് ലോർഡ്. അപ്പോ ഈ പ്രശ്നം ഒടുവിൽ അവരുടെ ഇടയിൽ നിന്നില്ല. ഇത് പറഞ്ഞ് അവസാനം അപ്പോസ്തലന്മാരുടെ അടുക്കലെത്തി. ഈ വിഷയം വാസ്തവത്തിൽ അവിടെ തന്നെ പരിഹരിക്കേണ്ട വിഷയമായിരുന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. പക്ഷേ ഇത് അപ്പോസ്തലന്മാരുടെ അടുക്കലെത്തി. അപ്പോസ്തലന്മാരുടെ അടുക്കലെത്തിയപ്പോഴേക്ക് പത്രോസ് ഒരു പരിഹാര മാർഗം അവിടെ നിർദ്ദേശിച്ചു. അതെന്താണെന്നറിയാവോ? ഞങ്ങൾ ദൈവവചനം ശുശ്രൂഷിക്കുന്നതും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നതും വിട്ടിട്ട് മേശമേൽ ശുശ്രൂഷിക്കുന്നത് ഉചിതമല്ല. അതുകൊണ്ട് ഒരു പാസ്റ്റർ ആഹാരം വിളമ്പി കൊടുത്താൽ അത് പാപമാണെന്നൊന്നും ഇല്ല കേട്ടോ. പ്രൈസ് ലോർഡ്. ആമേൻ. നിങ്ങൾ അതുകൊണ്ട് പാസ്റ്റർ ഇനി ഒരിക്കലും ആഹാരം വിളമ്പരുതെന്നോ ആരോടും പറയണ്ട. പ്രൈസ് ലോർഡ്. ഹേമൻ. എന്നാൽ അവിടുത്തെ കോണ്ടെക്സ്റ്റിൽ അവർക്ക് ആ വിധത്തിലുള്ള തിരക്ക് പിടിച്ച ശുശ്രൂഷകളുണ്ട്. അന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ആദ്യം 3000 പേർ, പിന്നെ 5000 പേരൊക്കെ ദൈവസഭയിലേക്ക് വരുമ്പോൾ നിരന്തരമായി അവരെ പഠിപ്പിക്കണം. സഭയുടെ ബിഗിനിങ് ആണ്. ഇന്നത്തെ പോലെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്ന കമന്ററീസ് ഒന്നുമില്ല. വായിച്ച് പഠിച്ച് ധ്യാനിച്ച് പ്രാപിച്ച് കൊടുക്കണം. ഇതിന് സമയം കണ്ടെത്തണം. പിന്നെ ഒത്തിരി പേര് കാണാനും പ്രാർത്ഥിക്കാനും രോഗികളായിട്ടും ഒക്കെ വരും. ഇതിനെല്ലാം കൂടെ സമയമില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഈ ദൈവവചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്നു കൊള്ളാം. എന്നാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ആത്മനിറവുള്ള
പേരെ, പരിജ്ഞാനമുള്ള, ജ്ഞാനമുള്ള 7 പേരെ തെരഞ്ഞെടുത്തു കൊള്ളാനായിട്ട് പറയുന്നത് കാണുവാനായിട്ട് കഴിയും. അപ്പോ പത്രോസ് അപ്പോസ്തലൻ ഈ അധ്യക്ഷന്മാർ, ശുശ്രൂഷകന്മാർ എന്ന പദം കൊണ്ട് അവിടെ നേരിട്ടല്ലെങ്കിലും ആ കാര്യത്തെ നമ്മുടെ മുന്നിൽ ഒരു വ്യക്തത വരാനായിട്ട് ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവർ പ്രധാനമായും എന്താ ചെയ്യുന്നത്? ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നു. എന്താ ആത്മീയ ശുശ്രൂഷ എന്നവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്? ദൈവവചനം ശുശ്രൂഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ശുശ്രൂഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകന്മാരുടെ അതിപ്രധാനമായ ഏറ്റവും പ്രാധാന്യമുള്ള 2 കാര്യങ്ങളാണ് ദൈവവചനം ശുശ്രൂഷിക്കുക, പ്രാർത്ഥിക്കുക. ദൈവവചനം ശുശ്രൂഷിക്കണമെങ്കിൽ ആ വചനം ധ്യാനിക്കണം, ദൈവവചനം പഠിക്കാൻ സമയം ചെലവിടണം, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് കർത്താവിൽ നിന്ന് പ്രാപിക്കണം. ഹാമേൻ. പിന്നെ പ്രാർത്ഥനയിൽ ഒറ്റിരിക്കണം. ഈ 2 ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഈ 2 കാര്യങ്ങളിൽ ഉഴപ്പിയാൽ, ഉദാസീനത വരുത്തിയാൽ ശുശ്രൂഷകന്മാർ തുരുമ്പെടുത്തു പോകും, ഉപയോഗമില്ലാത്തവരായി മാറും, മൂർച്ചയില്ലാത്തവരായി മാറും. ഹല്ലേലൂയ. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്, എത്ര തിരക്കുണ്ടെങ്കിലും പ്രൈസ് ലോർഡ്, അതിന്റെ നടുവിൽ ദൈവവചനം ധ്യാനിക്കാൻ, പഠിക്കാൻ സമയം വേർതിരിക്കണം, പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. ഹല്ലേലൂയ. ഇതിന് 2നും ശുശ്രൂഷകന്മാർ മുൻതൂക്കം കൊടുക്കണം. അപ്പോൾ അധ്യക്ഷന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ശുശ്രൂഷകന്മാരുടെ പ്രധാനമായ ദൗത്യങ്ങൾ, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവരെയാണ് അധ്യക്ഷന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്ന ഡീക്കൻസ് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ, അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരും. അവരുടെ ദൗത്യം എന്താണ്? ഈ പ്രധാന അധ്യക്ഷന്മാരെ ആത്മീയ കാര്യങ്ങളിൽ തന്നെ സഹായിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അവരും വചനം പഠിപ്പിക്കുന്നവരാണ്, ആത്മീയ കാര്യങ്ങളിൽ, ശുശ്രൂഷകളിൽ സഹായിക്കുന്നവരാണ്. ഹല്ലേലൂയ. നമുക്ക് പെന്തക്കോസ്ത് നാളിലെ പത്രോസിന്റെ പ്രസംഗം നോക്കിക്കഴിഞ്ഞാൽ 12 കൂടെ എഴുന്നേറ്റ് നിന്നു. അത് ഒരാളുടെ മാത്രം ദൗത്യമല്ല. സംസാരിച്ച് കേൾക്കുന്ന ഒരാളായിരിക്കാം, പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഒരു ടീമുണ്ട്. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഈ 2 പേരെ വീതം അയച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 പേരെ വീതം അയച്ചത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ, ഒരു സഭയിൽ ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമല്ല. സഹായിക്കാൻ, സഹശുശ്രൂഷകന്മാരായി കൂടെ നിൽക്കാനായിട്ട് ശുശ്രൂഷകന്മാർ ഉണ്ടായിരിക്കണമെന്നുള്ളത് ദൈവവചനത്തിൽ കാണുന്ന ക്രമമാണ് എന്ന്, ശുശ്രൂഷകന്മാരിലെ ക്രമമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കണം. ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കണം. എങ്ങനെയുള്ള ശുശ്രൂഷകന്മാർ? ദൈവവചനം ശുശ്രൂഷിക്കുന്നവർ, ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നവർ. ഹല്ലേലൂയ. എഴുന്നേറ്റ് വരണം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവർ എഴുന്നേറ്റ് വരണം. കൃപാവരങ്ങളോട് ദൈവത്തിനായി പ്രയോജനപ്പെടുന്നവർ എഴുന്നേറ്റ് വരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 2 പദങ്ങൾ, ആ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇന്ന് ചിന്തിച്ച 2 പദങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോകരുത്, മറന്നു പോകരുത്. ആരാണ് അധ്യക്ഷന്മാർ? ആരാണ് ശുശ്രൂഷകന്മാർ? അവർക്ക് ദൈവസഭയിലുള്ള പ്രാധാന്യം എന്ത്? അവരെ ഓർത്ത് നാം പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത്? അവരുടെ ചുമതല, റോൾ എന്ത് എന്ന് നമ്മൾ കാണുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇനി ആമേൻ, നമുക്ക് 2ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. 2ാമത്തെ വാക്യം നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു: നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ ക്രിസ്തു യേശുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതിൽ നമ്മുടെ കർത്താവായ ക്രിസ്തു യേശു എന്നുള്ള നാമത്തെ നമ്മൾ പഠനത്തിന് വാക്കിനെ നമ്മൾ എടുത്ത് ചിന്തിച്ചതാണ്. യേശു നമ്മുടെ കർത്താവാണ് എന്നുള്ളതും അതുകൊണ്ടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞു. യേശു കർത്താവാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്താണ് കർത്തൃത്വം എന്നുള്ള പദത്തിന്റെ അർത്ഥവും ഞാൻ വിശദീകരിച്ചതാണ്. നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു നമ്മുടെ പിതാവായ ദൈവം. പിതാവായ ദൈവം. ഹല്ലേലൂയ. ദൈവത്തെ പിതാവ് എന്നുള്ള ആശയത്തിൽ നമുക്ക് പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിന്റെ എക്സാക്ട് കാഴ്ചപ്പാടിലല്ലെങ്കിലും കാണാനായിട്ട് കഴിയും. ആമേൻ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞ് വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അപ്പോ സ്രഷ്ടാവെന്ന നിലയിൽ ദൈവം പിതാവാണ് എന്ന സൂചന അതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി പുറപ്പാട് പുസ്തകത്തിൽ ഫറവോനോട് പറയാനായിട്ട് മോശയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്: ഇസ്രായേൽ എൻ്റെ മകൻ
എൻ്റെ ആദ്യജാതൻ തന്നെ എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പൊ അവിടെ ഒരു രാജ്യത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഒരു ജനതയോടുള്ള ബന്ധത്തിൽ, ദൈവം തെരഞ്ഞെടുത്ത ഒരു ജനവിഭാഗത്തോടുള്ള ബന്ധത്തിൽ ദൈവം തന്നെ പിതാവ് എന്ന നിലയിൽ ഇസ്രായേലിന്റെ മകൻ, എൻ്റെ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പിതാവ് എന്ന ആശയം നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. അപ്പോ സ്രഷ്ടാവ് എന്നുള്ള നിലയിൽ ദൈവം പിതാവാണ്. ഒരു ജനതയോടുള്ള ബന്ധത്തിൽ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയോടുള്ള ബന്ധത്തിൽ ദൈവം പിതാവാണ്. ഈ രണ്ട് കാര്യങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് ദൈവത്തെ പിതാവ് എന്ന ആശയത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ വ്യക്തികൾക്ക് ദൈവത്തെ പിതാവെന്ന് കാണാമായിരുന്നു. പക്ഷെ ആ കാഴ്ചപ്പാട്, ആ ഉയർന്ന തലത്തിലേക്ക് അവർക്ക് എത്താനായിട്ട് കഴിഞ്ഞില്ല. കാരണം ദൈവത്തെ അവർ എപ്പോഴും അത്യുന്നതനായും തങ്ങൾക്ക് സമീപിക്കാൻ വളരെ കടമ്പകൾ ഉള്ളവനായിട്ടും വളരെ തടസ്സങ്ങൾ ഉള്ളവനായിട്ടുമാണ് ദൈവത്തെ കണ്ടിരുന്നത്. ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ദൈവം പറഞ്ഞു, പർവ്വതത്തെ വേർതിരിക്കണം, അതിന് ചുറ്റും വേലി കെട്ടണം, ഒരു മൃഗമോ മനുഷ്യനോ ആ വേലിക്ക് പുറത്തു നിൽക്കണം, പർവ്വതത്തെ തുടരുത് എന്ന് പറഞ്ഞ് ഇതുപോലുള്ള നിയമങ്ങൾ പഴയ നിയമത്തിൽ നൽകപ്പെട്ടിരുന്നതിന്റെ കൂടെ പശ്ചാത്തലത്തിൽ ദൈവത്തെ പിതാവായി കാണാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അത് ദൈവത്തിന്റെ കുഴപ്പമല്ല, അവരുടെ കാഴ്ചപ്പാടിന്റെ, അവർക്ക് ഉണ്ടായിരുന്ന വെളിപ്പാടിന്റെ കുഴപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ വെളിപ്പാട് കൊടുക്കുന്നത് ദൈവമല്ലേ? തീർച്ചയായിട്ടും ദൈവമാണ് വെളിപ്പാട് കൊടുക്കുന്നത്. പക്ഷേ വെളിപ്പാട് കൊടുക്കാനും അതിനും ചില മാനദണ്ഡങ്ങളൊക്കെ വേണം. ദൈവം അതുകൊണ്ടാണ് തന്റെ ഏകജാതനായ പുത്രനെ തന്നെ, എബ്രായ ലേഖനം പറയുന്നു, പണ്ട് കാലത്ത് ദൈവം ഭാഗമായും വിവിധമായും അരുളി ചെയ്തു, ഇപ്പോഴോ അന്ത്യകാലത്ത് തന്റെ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. ദൈവം, യേശു കർത്താവ് പറഞ്ഞു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനോ ആ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പോ വെളിപ്പാട് തന്റെ പുത്രനിലൂടെയാണ് ദൈവത്തിന്റെ സമ്പൂർണ്ണ വെളിപ്പാട് ദൈവം മനുഷ്യരാശിക്ക് കൊടുത്തത് എന്ന് ഈ തിരുവെഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. യേശു ക്രിസ്തു മുഖേനയാണ് ദൈവം തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്നും, എബ്രായ ലേഖനത്തിൽ തത്വത്തിന്റെ മുദ്രയും ദൈവ തേജസ്സിന്റെ പ്രഭയും എന്നും പറഞ്ഞിരിക്കുന്നത്, നമുക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവൻ യേശുവിനെ കണ്ടാൽ ദൈവത്തെ കണ്ടു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു 14-ാം അധ്യായത്തിൽ. അപ്പോ ഈ രീതിയിൽ ദൈവത്തെ പിതാവായി പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഓരോ വ്യക്തികൾക്കും എൻ്റെ പിതാവാണ് ദൈവം എന്ന് മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ, ആ വെളിപ്പാടിലേക്ക് ഉയർന്നു വരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ ദൈവം തന്നെ സമ്പൂർണമായി ജഡത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ, ജഡം എന്ന് പറയുന്നത് ശരീരത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ, മനുഷ്യ ശരീരത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകരുത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ്, ഏകജാതനായവന്റെ തേജസ്സായി, പിതാവിനുള്ള തേജസ്സായി കണ്ടിരിക്കുന്നു. അപ്പോ ആ വചനം ജഡമായി തീർന്ന, വചനം എന്നാൽ ദൈവം തന്നെയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാൻ 1-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, 1:14 പറയുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നത്. അപ്പോ ദൈവം തന്നെ മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക്, മനുഷ്യ സാദൃശ്യത്തിൽ, മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക്, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ശരീരത്തിലുള്ള, മനുഷ്യ ശരീരത്തിലുള്ള വെളിപ്പാടായ, മാനിഫെസ്റ്റേഷനായ, എപ്പിഫാനിയായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ആ ദൈവത്തെ വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ വ്യക്തികൾക്ക് അവരുടെ പിതാവ് എന്ന് വിളിക്കാനും ആ മനോഭാവത്തോടെ അടുത്തു ചെല്ലാനും പ്രാർത്ഥിക്കാനും കഴിയണമെന്ന് വെളിപ്പെടുത്തി കൊടുത്തത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
കർത്താവായ യേശു ക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ ഇത് മറഞ്ഞു കിടന്നു, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വിധത്തിലുള്ള പ്രാപ്തിയില്ലായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു അത് വ്യക്തമാക്കി അവർക്ക് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. 5-ാം അധ്യായത്തിൽ, മത്തായി 5-ാം അധ്യായത്തിലൊക്കെ കർത്താവ് പറയുമ്പോഴേക്ക് പറയുകയാണ്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. ആവർത്തിച്ച് 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 പറഞ്ഞ് അതിനെ ഉറപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്തെ ദൈവം കർത്താവാണ്, ദൈവം യജമാനനാണ്, ദൈവ സ്രഷ്ടാവാണ്, ദൈവ സർവശക്തനാണ്, ദൈവം അത്യുന്നതനാണ്. അങ്ങനെ എല്ലാം ദൈവത്തിന് ഈ പ്രത്യേകതകളെല്ലാം ഉണ്ട്. ഇതൊക്കെയാണ് ദൈവം. എന്നാൽ അപ്പോൾ തന്നെ അതിനും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ദൈവവുമായി ഒരു വ്യക്തിപരമായ ബന്ധം. എങ്ങനെയുള്ള ബന്ധം? ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവം ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങളുടെ അപ്പനാണ്, ഞങ്ങളുടെ പപ്പയാണ്, ഞങ്ങളുടെ അച്ഛനാണ്, ഞങ്ങളുടെ ഡാഡിയാണ്, ആമേൻ എന്നുള്ള ആ മനോഭാവം. ഞാൻ എന്തിനാ ഈ പല വാക്കുകളും, ഓരോരുത്തരും അവരുടെ ബയോളജിക്കൽ ഫാദറിനെ ജനിപ്പിച്ച പിതാവിനെ വിളിക്കാനായിട്ട് ഈ പല വാക്കുകളാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്, പപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്, ഡാഡി എന്ന് വിളിക്കുന്നവരുണ്ട്, അച്ഛ എന്ന് വിളിക്കുന്നവരുണ്ട്, ആമേൻ. അപ്പോ അതിലും അപ്പുറമാണ് ഒരു ബയോളജിക്കൽ ഫാദർ. നമുക്ക് ഈ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ ആയുസ് ഒരു പരിധി വരെ സാധാരണഗതിയിൽ നോർമലായ നിലയിൽ മകന് മുൻപേ അപ്പൻ മരിച്ചു പോകും, അല്ലെങ്കിൽ കഴിഞ്ഞു പോകും. എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്തവനായ, മരണമില്ലാത്തവനായ എൻ്റെ ദൈവം അതിനുമപ്പുറം എനിക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ള ആ ബോധ്യത്തിൽ ജീവിക്കണമെന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഗമാലിയേൽ എന്ന അക്കാലത്തെ ഏറ്റവും വലിയ ദൈവവചന പണ്ഡിതന്റെ അടുക്കലിരുന്ന് പഠിച്ച വ്യക്തിയാണ് പൗലോസ്. ആ പൗലോസ് പഴയ നിയമത്തിൽ ദൈവത്തെ കണ്ടിട്ടുള്ള മുഴുവൻ കർത്താവ് 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 എന്ന് മാത്രമാണ്. ദൈവം കർത്താവാണ്, സംശയമൊന്നുമില്ല, പക്ഷെ അത് മാത്രമാണെന്നിലേക്കാണ്. അതുകൊണ്ടാണ് ദമസ്കോസിന്റെ പരിവാദത്തിൽ വെച്ച് ആദ്യമായി യേശുക്രിസ്തുവുമായി എൻകൗണ്ടർ നടക്കുമ്പോൾ, നീ ആരാകുന്നു കർത്താവേ, കർത്താവേ എന്നാണ് ചോദിക്കുന്നത്. ആ കർത്താവ് എന്ന പദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. രക്ഷിക്കപ്പെടാനായിട്ട് കർത്താവ് എന്ന യേശുവിനെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. എന്നാൽ ഒരു വ്യക്തി യേശുവിനെ കർത്താവായി സ്വീകരിച്ചു കഴിയുമ്പോൾ, യേശുവിലേക്ക് വന്നു കഴിയുമ്പോൾ, യേശുവിലൂടെ അവൻ ദൈവ പൈതലായി തീരുമ്പോൾ, ദൈവം അവന്റെ കർത്താവായിരിക്കുന്നു. അപ്പോൾ തന്നെ അതിലും ഉപരിയായ ഒരു ബന്ധം, എൻ്റെ അപ്പൻ എന്ന ബന്ധത്തിലേക്ക്, എൻ്റെ പിതാവ് എന്ന ബന്ധത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. സ്തോത്രം. ഈ ബന്ധത്തിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആ ബന്ധത്തെ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണ്. പിതാവായ, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധത്തെ കാണിക്കുന്ന സ്ഥാനമാണ് പിതാവ്. മറ്റ് സ്ഥാനങ്ങളെല്ലാം പരിഭാവനമാണ്, അതുല്യമാണ്, ശ്രേഷ്ഠമാണ്. പക്ഷേ ഗ്രേറ്റസ്റ്റ് റിലേഷൻഷിപ്പ്, അതിനെ കാണിക്കുന്ന പദമാണ് പിതാവ് എന്ന പദവും സ്ഥാനവും. ഹല്ലേലൂയ. അപ്പൻ, പിതാവ് എന്ന പദവും സ്ഥാനവും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പിതാവ് എന്നുള്ളത് നിമിത്തം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, അല്ലെ? ഒത്തിരി പദവികളുണ്ട്. ഹല്ലേലൂയ. ഏതു സമയത്തും പിതാവിന്റെ അടുക്കലേക്ക് മകൻ കടന്നു വരും, സ്വാതന്ത്ര്യത്തോടെ കടന്നു വരും, അല്ലെ? ഞാനിപ്പോ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും എൻ്റെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ, ഇനി ഞാൻ എന്തോ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാലും ശരി തന്നെ, അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അടിയന്തരമായ ഒരു അത്യാവശ്യം ഉണ്ടായാൽ, ഞാനിപ്പോ അടുത്ത മുറിയിൽ അവരെ വാതിലടച്ച് അവിടെ ഇരുന്ന് മീറ്റിംഗിൽ പങ്കുകൊള്ളണമെന്നൊക്കെ പറഞ്ഞ് വേറൊരു ഡിവൈസിൽ അവിടെ ഇരുത്തിയേക്കാണ്. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അത്യാവശ്യ സംഗതി ഇപ്പോഴുണ്ടായാൽ, അവരുടെ ഡാഡ് വലിയ മീറ്റിംഗിലാണെന്നൊന്നും അവർക്ക് വിഷയമൊന്നുമല്ല. അവര് വന്ന് പറയും, എന്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഇപ്പൊ ഇതിന് പരിഹാരം വരുത്തിയിട്ട് പോയാൽ മതി. അതാണ് മക്കളും അപ്പനുമായിട്ടുള്ള ബന്ധം. അവർക്ക് വേറെ ആരുടെ അടുക്കലേക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ചെല്ലാനായിട്ട് പറ്റും. ഹല്ലേലൂയ. നിങ്ങൾ അമ്മമാര് പിണങ്ങരുത്. അമ്മമാരും ആ സ്ഥാനത്തെ ഞാൻ കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. മിക്കവാറും വീടുകളിലും അപ്പന്റെ അടുക്കൽ പോകുന്നതിനേക്കാൾ എളുപ്പം അമ്മയുടെ അടുക്കൽ പോകാനാണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾ മനസ്സിലാക്കുക. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഞാൻ പറഞ്ഞതുപോലെ കർത്താവാണ്, യജമാനനാണ്,
രാജാവാണ്. ഐ മീൻ അങ്ങനെ ഒത്തിരി സവിശേഷതകൾ നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കാനായിട്ട് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് അറിയുന്നു, നമ്മളത് അനുഭവിക്കുന്നു. ഈ എല്ലാ സ്ഥാനങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തെ കാണിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധത്തെ, ആ സ്ഥാനത്തെ കാണിക്കുന്ന വാക്കാണ് ദൈവം നമ്മുടെ പിതാവ് എന്നുള്ളത്. ഹല്ലേലൂയ. നമ്മെ ഈ പദവിയിലേക്ക് കൊണ്ടുവരാനാണ് ദൈവം നമ്മുടെ പിതാവാകാനും നാം തൻ്റെ മക്കളാകാനും വേണ്ടിയാണ് ദൈവം സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് കാണാതെ അറിയാവുന്ന ബൈബിളിന്റെ കീ വേഴ്സ്, താക്കോൽ വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്തു? അവരെ സ്നേഹിച്ചു. അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഈ പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചപ്പോൾ പുത്രനിലൂടെ നമുക്ക് കൈവന്ന പദവിയാണ് മക്കൾ എന്നുള്ളത്. അതേ സുവിശേഷകൻ എഴുതുകയാണ്, യോഹന്നാൻ അതേ ലേഖകൻ എഴുതുകയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. He has given us not privilege, not a place, but authority. ഒരു പദവി തന്നെന്നല്ല, ഒരു ഒരു സാവകാശം തന്നെന്നല്ല, അധികാരം തന്നു. അധികാരം തന്നു. ദൈവം നമുക്കൊരു അധികാരം തന്നു. എന്താ അധികാരം എന്നറിയാവോ? ദൈവ മക്കൾ ആകുക എന്ന അധികാരം, അതോറിറ്റി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. What a manner of love that the Lord has given unto us, that the God has given unto us, so that what we call the sons of God, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തെ എൻ്റെ അപ്പൻ, എൻ്റെ ഡാഡ്, എൻ്റെ പപ്പ, എൻ്റെ പിതാവ്, എൻ്റെ അച്ഛൻ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ലോകത്തിലെ പിതാവിന് പരിമിതിയുണ്ട് കേട്ടോ. നമ്മുടെ ഹൃദയ ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ, നമ്മുടെ കൺസേൺസ്, ആൻസൈറ്റീസ്, നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ, നമ്മുടെ പദ്ധതികൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ ലോകത്തിലെ പിതാവിന് ഒരു പരിധി വരെ മാത്രമേ കഴിയുള്ളൂ. ഈ ലോകത്തിലെ പിതാവിന് സഹായിക്കാൻ കടന്നു വരാൻ കഴിയുന്നതിനും പരിമിതിയുണ്ട്. എന്നാൽ സ്വർഗീയ പിതാവിന് പരിമിതിയില്ല. ബിക്കോസ് ഹി ഈസ് ഒംനിഷ്യന്റ് ആൻഡ് ഒംനിപ്രസന്റ്. സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. പല വീടുകളിൽ, പല വിൻഡോസിൽ, ഡിവൈസസിൽ നമ്മളിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന അതേ ഈ പിതാവിന്റെ സാന്നിധ്യം അതുപോലെ ഒട്ടും കുറയാതെ നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുന്നതിന്റെ കാരണം ഈ പിതാവ്, സർവവ്യാപിയായ നമ്മുടെ പിതാവായ ദൈവം നിങ്ങളുടെ അരികിൽ, അടുക്കൽ ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. തമാശയാണെങ്കിലും നടന്നതാകാൻ സാധ്യത കുറവാണെങ്കിലും ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ബിൽഗേറ്റ്സ് തന്റെ മോനുമായിട്ട് ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോ ഈ മോൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സുമായി ചേർന്ന് ഒരു ടേബിളിൽ ഇരുന്നു. അപ്പുറത്ത് വേറൊരു ടേബിളിൽ ബിൽഗേറ്റ്സും അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ള അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സുമായിട്ട് വേറൊരു ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബിൽഗേറ്റ്സിന്റെ മോൻ അവിടെ ഉണ്ടായിരുന്ന സഹായിക്കുന്ന അവർക്ക് ഒരു വലിയ എമൗണ്ട് ടിപ്പ് കൊടുത്തു. അപ്പോൾ അവര് ഹാപ്പിയായി. അത് കഴിഞ്ഞ് അവര് ബിൽഗേറ്റ്സിന്റെ ടേബിളിലേക്ക് വന്നപ്പോൾ അവിടെയും ടിപ്പുണ്ട്, പക്ഷെ ഒരു ചെറിയ തുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു ബോയ് വന്ന് ബിൽഗേറ്റ്സിനോട് ചോദിച്ചു, അല്ല, ഒരു സംശയം ചോദിക്കുന്നതുകൊണ്ട് പരിഭവം തോന്നരുത്, താങ്കൾ ഒരു ചെറിയ തുകയാണ് ടിപ്പ് തന്നത്, താങ്കളുടെ മോൻ വലിയൊരു തുക ടിപ്പ് തന്നു, എന്താ താങ്കളല്ലേ വാസ്തവത്തിൽ സമ്പന്നൻ? അവനല്ലല്ലോ, അവൻ ഇതിനൊക്കെ അവകാശിയാണ്, പക്ഷെ അവനല്ലല്ലോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞെന്ന്, എൻ്റെ അപ്പൻ വലിയ സമ്പന്നനൊന്നും അല്ല, പക്ഷെ അവൻ്റെ അപ്പൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. അന്ന് ഇത് നടന്ന സമയത്ത്
മനസ്സിലായോ? എൻ്റെ അപ്പൻ വലിയ സമ്പന്നനൊന്നും അല്ല, പക്ഷെ അവന്റെ അപ്പൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. അപ്പൊ അതനുസരിച്ച് അവന് കൊടുക്കാം എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞെന്ന്. പ്രൈസ് ലോർഡ്. ആരാ നമ്മുടെ പിതാവ്? ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒന്നുമില്ലായ്മയിൽ നിന്നും വിളിച്ചു വരുത്തിയ നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോ നമ്മൾ എന്തിനു ആശങ്കപ്പെടണം? സ്വർഗീയ കലവറയിൽ നിന്ന്, വറ്റിപ്പോകാത്ത ദൈവിക സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമായതൊക്കെയും അനുദിനം തന്നു വഴി നടത്തുന്ന ഈ ദൈവം നമ്മുടെ പിതാവായുള്ളപ്പോ നമ്മൾ എന്തിന് ആകുലപ്പെടണം, വ്യാകുലപ്പെടണം, സങ്കടപ്പെടണം? ആ ദൈവത്തിൽ നമ്മുടെ ഭാരങ്ങളെല്ലാം സമർപ്പിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് സ്വതന്ത്രമായി ദൈവത്തിന്റെ ആ സ്വാതന്ത്ര്യത്തിൽ, പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ ദൈവത്തിൽ നിന്ന് കൃപയും സമാധാനവും നമുക്ക് ഉണ്ടാകട്ടെ എന്നാണ് ആ വാക്യം പറയുന്നത്. ആ പിതാവായ ദൈവത്തിലുള്ള സമാധാനം, കൃപ നമ്മുടെ മേൽ വസിക്കട്ടെ. ഈ വചന ചിന്തകളുടെ തുടർച്ച വരുന്ന അടുത്ത ക്ലാസ്സിൽ കർത്താവിന് വരവ് താമസിച്ചാൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാൻ ദൈവം സഹായിക്കും. ഇന്ന് നാം കേട്ട ദൈവവചനത്തിന് മുൻപാകെ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ നെഞ്ചത്തോട്ടൊന്ന് കൈവച്ചിട്ട് പറയാമോ? പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം എൻ്റെ അപ്പനാണ്, എൻ്റെ പിതാവാണ്, എൻ്റെ ഡാഡിയാണ്, എൻ്റെ പപ്പയാണ്, എൻ്റെ അച്ഛനാണ്. ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്? എന്തിനാ ഞാൻ വ്യാകുലപ്പെടുന്നത്? ഹല്ലേലൂയ. എൻ്റെ ചിന്തകൾ പോലും അറിയുന്ന, എൻ്റെ ആകുലങ്ങളെല്ലാം അറിയുന്ന, എൻ്റെ സങ്കടങ്ങളെല്ലാം അറിയുന്ന, ഞാൻ ആരായിരിക്കുന്നു എന്നറിയുന്ന ആ നല്ല പിതാവ് എനിക്കുള്ളപ്പോൾ ഞാൻ എന്തിനു ഭാരപ്പെടണം? എന്തിനു ഭയപ്പെടണം? സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പിതാവാകുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വെളിപ്പാടിനായി, അങ്ങയുടെ ഏകജാതനായ പുത്രനെ അതിനായി തന്നതുകൊണ്ട്, ആ പുത്രൻ മുഖാന്തരം ഞങ്ങളെ മക്കളാക്കിയതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു കർത്താവെ. കാൽവരി ക്രൂശിൽ അങ്ങ് പ്രദർശിപ്പിച്ച അതുല്യമായ സ്നേഹനിമിത്തം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ പദവികൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ച അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് ഹൃദയംഗമായി അതിനെ സ്വീകരിച്ച് ഏറ്റെടുത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഈ വചനം കേട്ട ഞങ്ങൾ എല്ലാവരും അവിടുത്തെ ആത്മാവിനാൽ ബലം പ്രാപിക്കട്ടെ, അനുഗ്രഹീതരായിരിക്കട്ടെ. സ്വർഗം തുടർന്നും ഞങ്ങളെ സഹായിക്കണം. മഹത്വം അങ്ങേക്കാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ.